ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ മുൻ ക്രിക്കറ്റർ മോദിയുടെ പിറന്നാൾ ദിനത്തിൽ ഇന്ന് 75-ാം പിറന്നാൾ ദിനമാണ് ഷഹീദ് അഫ്രീദി എന്ന് പറയുന്ന ക്രിക്കറ്റ് താരം രംഗത്തെത്തി. അയാളല്ലേ പണ്ട് പാകിസ്ഥാനിൽ പാകിസ്ഥാൻ ക്രിക്കറ്ററാണ്. അതെ, ദുബായിൽ നമ്മുടെ മലയാളികൾ ക്യൂബക്കാർ കുസാറ്റിലെ അലൂമിനി വലിയ സ്വീകരണം കൊടുത്തു അല്ലേ? അതെ, വലിയ സ്വീകരണം കൊടുത്തത്. അയാളിപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി അധിക്ഷേപിച്ച വാർത്ത കണ്ടോ? കണ്ടു. ഇന്ത്യൻ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ക്യൂബക്കാർക്ക് ഇഷ്ടപ്പെട്ട് കാണും. കാരണം ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിനെയും ഒക്കെ അധിക്ഷേപിച്ചതുകൊണ്ടാണല്ലോ ഈ മലയാളി കൂട്ടായ്മ, വേറൊരു വാക്കാണ് എനിക്ക് വന്നത്, അവന്മാർ ഇവിടെ ദുബായിൽ ഇയാൾക്ക് വലിയ സ്വീകരണം കൊടുത്തത്. എന്നിട്ട് കുറേ വിവാദമൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ഇവർ ഒളിച്ചു കളിക്കുകയും ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചില്ല, ഈ ഷാഹിദ് അഫ്രീദി തന്നെത്താൻ കയറി വന്നതാണെന്നൊക്കെ പറഞ്ഞു. പാകിസ്ഥാൻ്റെ ഓഡിറ്റോറിയത്തിലാണ് നടത്തിയത്. അവിടെ കൊള്ളാവുന്ന ഓഡിറ്റോറിയം വേറെ കിട്ടാഞ്ഞിട്ടല്ല. ഇവനൊക്കെ ചിക്ലി മേടിച്ച് പല സൗകര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട്. സൗകര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിയാം എന്തൊക്കെയാണ് സൗകര്യങ്ങളുള്ളത്. എന്നിട്ട് സുരേഷ് ഗോപിയെ വിളിച്ച് സുരേഷ് ഗോപി വഴി ഇത് കോംപ്രമൈസ് ആക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ചിലർ ചോദിക്കുന്നു, എന്നിട്ട് ഞങ്ങളുടെ പാസ്പോർട്ട് അങ്ങ് എടുത്തു. അങ്ങനെയൊന്നും നിൻ്റെ പാസ്പോർട്ടൊന്നും പിടിക്കാൻ പറ്റില്ല. കാരണം നീയൊക്കെ അവിടെ നിൽക്കുമ്പോൾ പാസ്പോർട്ട് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നാട്ടിൽ വരുമല്ലോ, നീയൊക്കെ നാട്ടിൽ വരുമ്പോൾ ഇവിടെ ഈ നല്ല കൈത്തണ്ടയ്ക്ക് നല്ല ബലമുള്ള ആമ്പിള്ളേരുണ്ട്. അവരുടെ മുന്നിൽ പെട്ടാൽ ചിലപ്പോൾ നിനക്കുള്ള മറുപടി സ്പോട്ടിൽ കിട്ടും. അത്രയേ ഉള്ളൂ. കാരണം ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യയെ നിരന്തരം ആക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരുത്തനെ വിളിച്ച് സ്വീകരണം കൊടുത്ത് വീഡിയോ എടുത്ത് ആഹ്ലാദിച്ച് ഓണാഘോഷമായിരുന്നു അല്ലേ? എന്തോ ഒരു ആഘോഷം ചെയ്ത മലയാളികളോട് പൊറുക്കാൻ എന്തായാലും ഭൂരിപക്ഷം മലയാളികൾക്കും കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞു പോയി, ആറി തണുത്ത് പോയി എന്ന് കരുതണ്ട. നീയൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് ഇതിനുള്ള മറുപടി കേരളത്തിൽ കിട്ടും. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഷാഹിദ് അഫ്രീദി പറഞ്ഞിരിക്കുന്ന കാര്യം ഉമ്മാർക്ക് സന്തോഷം ഉണ്ടാവും. ഇന്ത്യക്കെതിരെ പറഞ്ഞല്ലോ, മോദിക്കെതിരെ പറഞ്ഞല്ലോ. മാത്രമല്ല പറഞ്ഞിരിക്കുന്നു, രാഹുൽ ഗാന്ധി ഞങ്ങൾ പാകിസ്ഥാനികളുടെ ചങ്കാണ്, ചങ്കിടിപ്പാണ്, ഡാർലിംഗാണ്, ഞങ്ങളുടെ ഡാർലിംഗാണ് രാഹുൽ ഗാന്ധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാൾ പ്രധാനമന്ത്രിയായി കിട്ടിയാൽ എന്തൊരു സന്തോഷമായിരിക്കുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഇന്ത്യക്കാർക്ക് അതിനുള്ള ഭാഗ്യമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന് കാരണം, ഇയാൾ ഇന്നലെ പൊട്ടിത്തെറിക്കാനുള്ള കാരണം ഏഷ്യ കപ്പ് കഴിഞ്ഞല്ലോ. ഏഷ്യ കപ്പ് ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് കളിക്കണം എന്നതൊക്കെ വലിയ വിവാദമായിരുന്നു. കാരണം പാകിസ്ഥാനുമായി നമ്മൾ നദീജലം പോലും പങ്കുവെക്കുന്നില്ല. അങ്ങനത്തെ വല്ലാത്ത എനിമിറ്റി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഏഷ്യ കപ്പ് കളിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ആ കളിയിൽ വ്യാപകമായത് പ്രതിഫലിച്ചിട്ടുണ്ട്. ആ പങ്കാളിത്തം കുറവായിരുന്നു അല്ലേ, കാണികൾ കുറവായിരുന്നു. പക്ഷേ ഇന്ത്യ അടിച്ച് ഇവന്മാരെ റൊട്ടിയാക്കിയത് മാത്രമല്ല, ഇവർ ഈ മറ്റേ ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ വന്നിട്ട് ക്യാപ്റ്റൻ ഉൾപ്പെടെ വന്ന് ഇന്ത്യൻ ടീമിന് കൈ കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ടീം കൈ കൊടുത്തില്ല. അത് കഴിഞ്ഞ് കളി കഴിഞ്ഞു, ഇന്ത്യ ജയിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണ തോൽക്കുന്ന ടീമിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടാണ് പോകുന്നത്. അതിനും ഇന്ത്യ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ഈ വിജയം പഹൽഗാമിലെ ധീരന്മാർക്ക്, രക്തസാക്ഷികൾക്ക് സമർപ്പിക്കുന്നുവെന്ന് സൂര്യകുമാർ യാദവ് പറയുകയും ചെയ്തു. സൂര്യകുമാർ യാദവിനെ പാകിസ്ഥാൻ ടെലിവിഷനിൽ തെറിയാണ്. ഞാൻ ചില ജിയോ ടി വിയിൽ ഉൾപ്പെടെയുള്ള ചില ചർച്ചകളുണ്ട്. അവിടെ ഇരുന്നിട്ട് പച്ചയ്ക്ക് തെറി വിളിക്കുകയാണ്. ഈ ഊശാൻ താടിയും തൊപ്പിയും വെച്ച ചില കാട്ടറബികൾ വന്നിട്ട്, കാട്ടറബികളുടെ രൂപത്തിലുള്ള ചില ഇന്ത്യ വിരുദ്ധന്മാരായ കൊടും വർഗീയ ഭീകരന്മാർ വന്നിട്ട് സൂര്യകുമാർ യാദവിനെ ചീത്ത വിളിക്കുക. എങ്ങനെ ചീത്ത വിളിക്കുക? കാരണം ഇന്ത്യൻ ആർമിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് കഴിയും വിധം കളിക്കളത്തിൽ ഇനിയും ഊർജ്ജം പകരും എന്നാണ് അയാൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻസ്പിറേഷൻ നൽകുന്ന, സന്തോഷം നൽകുന്ന പ്രവർത്തികൾ ഇനിയും പാകിസ്ഥാനെ തോൽപ്പിക്കുമെന്നാണ്. അപ്പോൾ എങ്ങനെ ചീത്ത വിളിക്കാതിരിക്കും? അല്ല, മാത്രമല്ല നമ്മൾ ഒരുപക്ഷെ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ ടീമിനെതിരെ നമ്മൾ വർത്തമാനം പറയുമായിരുന്നു. ഈ കളി കഴിഞ്ഞിട്ട് പാകിസ്ഥാൻകാരെ കെട്ടിപ്പിടിച്ച് നമ്മൾ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര വലിയ രാജ്യത്തെ ജനങ്ങളുടെ വികാരത്തിനെതിരായിട്ടുള്ള ഒരു പ്രതികരണമായിരിക്കും അത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ടീം അതൊരു യുദ്ധം പോലെ തന്നെ നമ്മുടെ സൈന്യം നടത്തിയ ആ ധീരമായ, അചഞ്ചലമായ, അപ്രതിരോധ്യമായ പോരാട്ടത്തിൻ്റെ അതേ ഭാവത്തിലാണ് നമ്മൾ കളിക്കളത്തിൽ പാകിസ്ഥാനെ പരിപാടി. എനിക്ക് തോന്നുന്ന സംശയം എന്ന് വെച്ചാൽ ചിലപ്പോൾ രാഹുൽ ഗാന്ധി പറയുമായിരിക്കും, ഈ വിജയം അംഗീകരിക്കാൻ പറ്റില്ല, ഇതിൽ കൂടുതൽ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് കളി അവിടെ വെച്ച് നിർത്തിയത് എന്തിനാണ്, വീണ്ടും കളിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ഈ പപ്പു ഒന്നും ചോദിക്കുമെന്ന് അറിയില്ല. ഏതായാലും ഈ മാത്രമല്ല രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഈ ഷാഹിദ് അഫ്രീദി പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് പാകിസ്ഥാനുമായിട്ട് ചർച്ച ചെയ്യണം,
ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് അങ്ങ് ശരിക്കും അങ്ങനെയല്ലേ വേണ്ടത്? പാകിസ്ഥാനുമായിട്ട് ചർച്ച ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്? ഇന്ത്യ ചെയ്തിരിക്കുന്നത് ഗാസയിൽ ഇസ്രയേൽ ചെയ്യുന്നത് പോലെയാണ് പാകിസ്ഥാനോട് ഇന്ത്യ ചെയ്തത്. എന്തൊരു കമ്പാരിസണാണ്. അല്ല, ഗാസയിൽ അങ്ങനെ കമ്പാരിസൺ ഒന്നുമില്ല. ഇസ്രായേൽ ഗാസയിൽ ചെയ്യുന്ന ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഗാസ സിറ്റി, ഗാസ മുഴുവൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കേണ്ടതാണ്. ഗാസ പിടിക്കാനല്ല, ഗാസ സിറ്റി എന്ന് പറയുന്ന പ്രദേശം ഇതുവരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഉൾപ്പെടാത്ത മേഖലയായിരുന്നു. ഗാസ സിറ്റിയെ ഒഴിവാക്കിയിട്ട് ബാക്കി മേഖലകളിലായിരുന്നു ആക്രമണം നടന്നിട്ട്. പക്ഷേ ഈ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർ മുഴുവൻ ഗാസ സിറ്റിയിലേക്ക് മാറി. 3000-നും 4000-നും ഇടയ്ക്ക് ഭീകരന്മാർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ കൂടെ എലിമിനേറ്റ് ചെയ്താൽ, ന്യൂട്രലൈസ് ചെയ്താൽ മാത്രമേ സമ്പൂർണ്ണമായി ഗാസ സ്ട്രിപ്പിൽ സമാധാനം വരുള്ളൂ. അതുകൊണ്ടാണ് ഗാസ സിറ്റി പിടിക്കാനായിട്ട് ഈ കഴിഞ്ഞ പോരാട്ടങ്ങളിലൊന്നും വർഷങ്ങളായിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു ഗാസ സിറ്റി. അതുകൂടെ പിടിച്ചാലേ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഗാസ സിറ്റി കയറുന്നത്. മാത്രമല്ല, ബന്ദികളിൽ പലരും ഇപ്പോൾ ഉള്ളത് ഗാസ സിറ്റിയിലാണെന്നുള്ള ഒരു വിവരവും ഇസ്രായേലിനുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ ചെയ്തതുപോലെയാണ് ഇന്ത്യ പാകിസ്ഥാനോട് ചെയ്യുന്നത്. ഇന്ത്യ പാകിസ്ഥാനിൽ എന്താ ചെയ്തത്? പാകിസ്ഥാനിൽ നമ്മൾ ഈ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഒരൊറ്റ സിവിലിയൻ ഏരിയ ടാർഗറ്റ് ചെയ്തിട്ടില്ല. അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ, ഇപ്പോൾ നമ്മളവിടെ നടത്തിയ ആക്രമണത്തെ സംബന്ധിച്ച് കൃത്യമായി ആ ആക്രമണം ശരിയായിരുന്നു, അവിടെ മർക്കസൊക്കെ തകർത്തു എന്ന് തീവ്രവാദികൾ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ കാശ്മീരി എന്ന് പറയുന്ന ആളുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ശരിയാണ്, ഞങ്ങളുടെ വലിയ നേതാക്കന്മാരുടെ കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു, വലിയ നാശനഷ്ടം ഇന്ത്യൻ ആർമി ഉണ്ടാക്കി എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ടാർഗറ്റ് ചെയ്തത് അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ, അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. സിവിലിയൻ ഏരിയയിലേക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പാകിസ്ഥാൻ ചെയ്തോ? ഡൽഹിയിലേക്ക് വരെ മിസൈൽ അയച്ചു അല്ലേ? അതായത് നമ്മുടെ ജനവാസ മേഖലകളെയാണ് പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് ഇവൻ വന്നിട്ട് ഈ ഷാഹിദ് അഫ്രീദി എന്ന് പറഞ്ഞ ഇവൻ വന്ന് പറയുകയാണ് ഇന്ത്യ ഈ ഇസ്രായേൽ ഗാസയിൽ ചെയ്യുന്നതുപോലെ ചെയ്ത് പാകിസ്ഥാൻ ജനതയെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നുള്ളത്. ഏതായാലും ഈ ഇന്ത്യ വിരുദ്ധരും രാഹുലുമായിട്ട് വല്ലാത്തൊരടുപ്പമുണ്ട് അല്ലേ? ലോകത്തെവിടെ ഇന്ത്യ വിരുദ്ധരുണ്ടെങ്കിലും അവർക്കൊക്കെ രാഹുലിനെ ഇഷ്ടമാണ്. അവർക്ക് ആക്സസ് ഉണ്ട്. പിന്നെ അവർക്ക് ആക്സസ് ഉണ്ട്. ഭാരതത്തിൻ്റെ ശത്രുക്കളായിട്ട് ആരൊക്കെയുണ്ട്? ഇപ്പോൾ സാക്കിർ നായിക്ക്, ഇപ്പോൾ എയ്ഡ്സ് പിടിച്ചെന്ന് പറയുന്ന മലേഷ്യൻ ആശുപത്രിയിൽ എയ്ഡ്സ് ബാധിച്ച് കിടക്കുമെന്ന് പറഞ്ഞ സാക്കിർ നായിക്ക് രാഹുൽ ഗാന്ധി ഇഷ്ടമാണ്. അപ്പോൾ ഇന്ത്യയുടെ ശത്രുക്കൾക്ക് രാഹുലിനെ ഇഷ്ടം, ഇന്ത്യ ഇഷ്ടമല്ല, രാഹുലിന് ഇഷ്ടമാണ്. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? ഇവരുടെ രണ്ടുപേരുടെയും മനോനില ഒരേപോലെയാണ് അല്ലേ? ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ തകർക്കുക എന്നുള്ള അജണ്ടയാണ് ഇന്ത്യയുടെ ശത്രുക്കൾക്കുള്ളതെങ്കിൽ അവരുമായി ആത്മബന്ധമുള്ള അവരുടെ ഡാർലിംഗ് ആണ് രാഹുൽ ഗാന്ധി എങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ രാജ്യത്തിന് പുറത്താണ്. പക്ഷെ അവരുടെ ഡാർലിംഗ് എവിടെയാണ്? ഇന്ത്യക്കകത്ത്. അപ്പോൾ ആരാണ് വലിയ ശത്രു? രാജ്യത്തിനകത്തുള്ള ഭീകരന്മാരുടെ ഡാർലിംഗ് ആണോ പുറത്തുള്ള ഭീകരന്മാരാണോ? രാജ്യത്തിനകത്തുള്ളതാണ്. അവൻ അകത്തിരുന്ന് പണിയും. ആ പണിയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഷാഹിദ് അഫ്രീദി ഇപ്പോൾ ഇത് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചു. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഈ ക്രിക്കറ്റ് കളിക്കാരൊക്കെ ഇങ്ങനെ വംശീയ വിദ്വേഷത്തോടെ പെരുമാറും, അത് സ്പോർട്സ്മാൻഷിപ്പില്ല, അവർക്ക് അവന്മാർ വൃത്തികെട്ടവന്മാരാന്നൊക്കെ ഇയാൾ പറയും. മോദിയാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ മോദി പറഞ്ഞിട്ടാണ് സൂര്യകുമാർ യാദവ് ഇങ്ങനെ പെരുമാറിയത് ആയിരിക്കും. അല്ല, മോദിയുടെ മനസ്സിലുള്ള, ഇയാൾ പറയുന്നത് അങ്ങനെ ആയിരിക്കും അല്ലേ? മോദിയുടെ മനസ്സിലുള്ളത് ഇന്ത്യയിൽ ഓരോ ജനങ്ങൾക്കും അറിയാം. അതെ. സിനു ഒരു പാകിസ്ഥാൻകാരൊക്കെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കോ? ഇല്ല, കെട്ടിപ്പിടിക്കില്ല. അതെന്താ? അത് എൻ്റെ രാജ്യത്തിൻ്റെ വികാരം. നരേന്ദ്രമോദി പറഞ്ഞിട്ടൊന്നുമല്ലോ. അല്ല, അത് തന്നെയാണ്. പക്ഷെ അപ്പോൾ അഫ്രീദി പറയുന്നത് എന്താണ്? ഈ മോദി ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നു. മോദി അങ്ങനെ പറഞ്ഞാൽ അത് ചെയ്യാൻ ഇന്ത്യയിലെ സാമാന്യ ജനങ്ങൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ മോദി ഇന്ത്യയിലെ ജനങ്ങളുടെ ആരാ? ഡാർലിംഗാണ് അല്ലേ? അതെ. അപ്പോൾ ഇത് അഫ്രീദി മനസ്സിലാക്കണം. നരേന്ദ്രമോദി ഇന്ത്യൻ ജനതയുടെ ഡാർലിംഗ് ആയതുകൊണ്ടാണ്. നരേന്ദ്രമോദി മനസ്സിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ പാകിസ്ഥാൻകാർക്ക് കൈ കൊടുക്കരുത്, പാകിസ്ഥാൻകാരെ ബഹിഷ്കരിക്കണമെന്ന്. പക്ഷേ ഇന്ത്യക്കാരനറിയാം. അതാണ് ഇന്ത്യക്കാരൻ, തന്തയ്ക്ക് പറക്കണം. പക്ഷേ മോഹൻലാലിൻ്റെ മറ്റേ നേരമില്ലേ, അഫ്രീദിയോട് പറയണം നിൻ്റെ തന്തയല്ല ഇന്ത്യക്കാരൻ്റെ തന്ത. ഇന്ത്യക്കാരൻ്റെ തന്ത എന്ന് പറയുന്നത് ആത്മാഭിമാനമുള്ള ഭാരതീയരുടെ മക്കളാണ് ഇന്ത്യയിലുള്ള ഓരോ ഇന്ത്യക്കാരനും. കുറച്ച് പേരുണ്ട് കേട്ടോ, മുഴുവൻ പേരും പറയുന്നില്ല. 148 കോടി അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. ഏതാനും കോടികളെ നമ്മൾ മാറ്റിപ്പെടുത്തണം. പിന്നെ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ നടക്കുന്ന ആളുകളുണ്ടല്ലോ, പാവങ്ങളാണെന്നേ കോൺഗ്രസ്സിലെ ആളുകൾ, വേറെ ഗതിയില്ലാഞ്ഞിട്ടാണ്. അവർക്കൊന്നും ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ തലമുറ
ഇല്ല കണ്ണി, അയാളോടുള്ള ഒരു ആരാധന മൂത്ത് നടക്കുന്ന അല്ലാതെ സാധാരണ നാട്ടുംപുറത്തെ കോൺഗ്രസ്സുകാർക്കൊന്നും ഇന്ത്യ വിരുദ്ധത ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അവരെയൊക്കെ പതുക്കെ ഇയാൾ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എതിർക്കാനും പറ്റില്ലല്ലോ, എതിർത്താൽ പാർട്ടിക്ക് പുറത്ത്. പക്ഷേ വേറെ കാര്യമുണ്ട്, കോൺഗ്രസ് പാർട്ടി വലിയ താമസം വിന കോൺഗ്രസ് പാർട്ടിയിലെ സാധാരണ ജനങ്ങൾ ഇയാളുടെ രാജ്യവിരുദ്ധത കൂടുതൽ മനസ്സിലാക്കും. കാരണം ഇതൊന്നും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല, ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് നിരന്തരം രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരം സംഭവങ്ങൾ വരുന്നത്? നിരവധി കേസുകൾ അല്ലേ? എത്ര കേസുകളാണ്? അഴിമതി കേസ്, തട്ടിപ്പ്, വെട്ടിപ്പ്, പിന്നെ രാജ്യവിരുദ്ധരുമായിട്ടുള്ള ഇടപാടുകൾ. ഏതായാലും ഷാഹിദ് അഫ്രീദി ഇന്ത്യ വിരുദ്ധനാണ്, പാകിസ്ഥാനിയാണ്, പാകിസ്ഥാന് വേണ്ടി മരിക്കാൻ വരെ താൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അഫ്രീദി ഇപ്പോൾ പറയുകയാണ്, ഞങ്ങൾ പാകിസ്ഥാൻ ജനതയുടെ ഡാർലിംഗ് ആണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കൊരു ബഹുമതിയായിരിക്കും, പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് രാഹുൽ ഗാന്ധിയുടെ മനസ്സ് പാകിസ്ഥാൻ്റെ കൂടെയാണ് എന്നുള്ളതിന് ഒരു അടിയൊപ്പിട്ടിരിക്കുകയാണ് ഷാഹിദ് അഫ്രീദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.